പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിലെല്ലാം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം പട്ടയും ഒരു 4 ഏലക്കയും കുറച്ച് കുരുമുളകും ഒരു 4 ഗ്രാമ്പൂവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അതും കൂടി ഈ ഓയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പം അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ച ശേഷം വെള്ളം വാർത്തിയെടുക്കണം. അതിനുശേഷം നല്ലതുപോലെ വെള്ളമെല്ലാം വാർത്തിയെടുത്ത ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ അരി ഒന്ന് വറന്ന് വന്ന് കഴിയുമ്പം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കുക്കറിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു തുറന്ന പാനിലായതുകൊണ്ട് 1 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 മുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. ചോറ് ശരിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ഇട്ടിട്ടുള്ള ബേ ലീഫും ഗ്രാമ്പും ഏലക്കയൊക്കെ ഒന്ന് പെറുക്കിയെടുത്ത് കളയാം. മുട്ട മസാല ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം ചേർത്തിട്ടുള്ള എണ്ണ ഉള്ളി വറുത്തെടുത്ത എണ്ണയാണ്. ആ ബിരിയാണിയിലേക്കുള്ള ഉള്ളി വറുത്തെടുത്ത എണ്ണയിലാണ് ഞാൻ ഈ മസാല റെഡിയാക്കുന്നത്. ഇതിലേക്ക് ഒരു 2 സവോള കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവോള നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു 4 എരിവില്ലാത്ത പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത ശേഷം അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴന്ന് വരുന്നു കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത ശേഷം ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പെല്ലാം നല്ലതുപോലെ മൂത്ത് കഴിയുമ്പം അതിലേക്ക് ഇതുപോലെ തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ഇട്ട ശേഷം ആ തക്കാളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി മസാല നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർക്കാം. ഞാനൊരു 3 മുട്ടയാണ് ചേർക്കുന്നത്. 5 മുട്ട വരെ ചേർക്കാം ഈ മസാലയിൽ. ഞാൻ 3 മുട്ടയാണ് ചേർക്കുന്നത്. ആ മുട്ടയും കൂടെ ചേർത്ത ശേഷം അരപ്പ് അതിലേക്ക് നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം മല്ലിയിലയുടെയും പുതിനയുടെയും ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. അതും കൂടി ഇട്ട ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഈ മസാലയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് ഒരു പിടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ബിരിയാണിക്കുള്ള മുട്ട മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം.
ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരല്പം നെയ്യ് തൂത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും ഈ മുട്ട മസാലയും കൂടി ചേർത്തിട്ട് ദമ്മിട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറ് നിരത്തിയ ശേഷം അതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും പിന്നെ കുറച്ച് മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം പാലെടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടുള്ള പാലാണ്. ആ പാൽ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും, കളറും കിട്ടും, ടേസ്റ്റും കിട്ടും. അപ്പോൾ ഈ പാലും മഞ്ഞളും കൂടെ കലക്കി വെച്ചതും കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരല്പം പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ആ മുട്ട മസാല പരത്തി വെച്ച് കൊടുക്കാം. ആ മസാലയെല്ലാം ചോറിന് മുകളിൽ നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. മുകളിലും നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു ഇത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഗരം മസാല പൊടിച്ചതും കൂടെ ആ പൊടിയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഒരു പിഞ്ച് ചേർത്താൽ മതി. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും മുന്തിരിയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ചേർത്ത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ഈസി ആയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. താങ്ക് യു.